സിനുജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിറിയയിൽ ഈ ആഭ്യന്തര കലാപമൊക്കെ രൂക്ഷമായി ഏകദേശം വിമതർ അത് കീഴടക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സമയത്താണ് ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇസ്രായേൽ ഒരുപക്ഷെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം സിറിയയെ ആക്രമിക്കുന്നത്. എന്ത് തന്നെയാലും എന്തായിരിക്കും ഈ ഇസ്രായേലിൻ്റെ ഒരു പരമപ്രധാനമായ ലക്ഷ്യം? അതായത് ഇസ്രായേൽ അപ്രതീക്ഷിതമായിട്ട് 200 മുതൽ 300 വരെ ആക്രമണങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ സിറിയയ്ക്ക് നേരെ നടത്തി. വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ ആർമി കേന്ദ്രങ്ങൾ, അതുപോലെ ഷിപ്പുകളൊക്കെ വെച്ച് സൂക്ഷിച്ചിരുന്ന പോർട്ടുകൾ, ഇവിടങ്ങളിലൊക്കെ തുടർച്ചയായി ആക്രമണമാണ് നടത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സിറിയയുടെ കയ്യിൽ ധാരാളം ആയുധങ്ങളുണ്ട്. അപ്പോൾ വിമതസേന സിറിയ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ആയുധങ്ങൾ HTS എന്ന് പറയുന്ന വിമതസേനയുടെ കയ്യിലെത്തും. അത് അനുവദിക്കരുത്, അല്ലെ അവരുടെ കയ്യിലേക്ക് കിട്ടരുത്. അത് മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ സിറിയ ആഭ്യന്തരമായിട്ട് ഒരുപാട് കലാപത്തെ നേരിടേണ്ടി വന്നു. ഈ സമയത്ത് 106 തവണയാണ് ബാഷർ അൽ അസദ് അവിടെ രാസായുധം പ്രയോഗിച്ചത്. ഒരു രാജ്യത്ത് സ്വന്തം ജനങ്ങൾക്ക് നേരെ ഒരു ഭരണാധികാരി രാസായുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ രാസായുധങ്ങൾ ഇനിയും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകാം. അതെവിടെയാണെന്നോ എത്രയുണ്ടെന്നോ അതിൻ്റെ കണക്കൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാസായുധങ്ങൾ ഈ വിമതസേനയുടെ കയ്യിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഹിസ്ബുള്ളയുടെ കയ്യിലോ ഒന്നും എത്തിപ്പെടരുത്. അതുകൊണ്ടാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്നു. ഇത് മാത്രമല്ല, തൊട്ടടുത്ത ഒരു രാജ്യം, ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെടുകയാണ്. സ്വാഭാവികമായി അട്ടിമറിക്കുമ്പോൾ ആ രാജ്യത്തിന് നേരെ തുടർച്ചയായി ആക്രമണം കൂടി നടത്തിയാൽ അവർ പൂർണ്ണമായിട്ടും നിഷ്കാസിതരാകും, അല്ലേ? ഒരിടത്തുനിന്നും ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നു, മറ്റിടത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ആക്രമണം നടത്താനുള്ള കാരണം 1974 സിറിയയും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് ഈ യുദ്ധത്തിൽ ഒത്തുതീർപ്പൊക്കെ നടപടികൾ വെച്ചിരുന്നു. അതുകൊണ്ട് പല ഭാഗങ്ങളിലും യുദ്ധം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ചില ഉടമ്പടികളൊക്കെ വെച്ചു. അപ്പോൾ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നു, എന്തെങ്കിലും തരത്തിൽ ഇവർ ആയുധങ്ങൾ ഈ വിമതസേനയിൽ എത്തിപ്പെടുകയാണെങ്കിൽ അവർ കൂടുതൽ ശക്തിപ്പെടും. മാത്രമല്ല വിമതസേന അധികാരം പിടിച്ചപ്പോൾ ഈ തോക്കേന്തി ആയുധങ്ങളേന്തി നിരവധി പേർ തെരുവുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്ന ചില വിമത വിഭാഗങ്ങൾ, അതായത് തീവ്രവാദ സംഘടനകൾ വേറെയുണ്ട്. അവർ നാളെ ഇസ്രായേലിൽ ഒരു ഭീഷണിയായിട്ട് വന്നാലോ, അപ്പോൾ അതിനെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ശക്തമായ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ 1974 വിഭജന കരാർ തകർന്നതോടുകൂടി ഏരിയ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഗോലാൻ കുന്നിൻ്റെ കുറേ പ്രദേശം കൂടെ പിടിച്ചെടുത്തു. അപ്പോൾ ഗോലാൻ കുന്നെന്ന് പറഞ്ഞാൽ ഈ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ഒരു പീഠഭൂമി എന്ന് പറയും, പാറകളൊക്കെ നടന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അത് നോക്കുന്നതാണ്. അപ്പോൾ 3/2 ഭാഗം ഗോലാൻ കുന്നുകളുടെ നേരത്തെ തന്നെ ഈ ഇസ്രായേൽ പിടിച്ചെടുത്തു. ബാക്കിയുള്ള 3/1 ഭാഗമാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുത്തത്. ഇവർ പറയുന്നത് അവിടെ കുറേ ഇസ്രായേലി ജനത താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ അറ്റാക്ക് എടുത്തത്. സത്യത്തിൽ ടാങ്കുകളും ഒക്കെ ആയിട്ട് ചെന്ന് അവിടെ അടിച്ചു നിരത്തുക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ ഗോലാൻ കുന്നിൻ്റെ പ്രദേശങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള കാര്യം, നേരത്തെ ഒരു 6 days വാർ നടന്നു. അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത ഒരു നടപടി. 6 ദിവസം കൊണ്ട് ഇസ്രായേൽ അവരെ അടിച്ചു തീർത്തിട്ട് ഇസ്രായേൽ അവരുടെ ആയുധ ശേഖരത്തെ നശിപ്പിച്ചു. അങ്ങനെയാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ പേടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയതോടെ ലോക രാജ്യങ്ങൾ ഇടപെടണമെന്ന് ആവശ്യമുണ്ട്. ഇപ്പോൾ UN പറയുന്നു, ഇസ്രായേൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറ്റാക്കൊക്കെ നിർത്തണം. അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണി ഒഴിവാക്കാൻ വളരെ നിയന്ത്രിതവും പരിമിതവുമായ ആക്രമണമാണ് നടത്തിയത്. പരിമിതമായ മറുപടി 300 അറ്റാക്ക് അതിൻ്റെ പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ഒരു ചരിത്ര ദിനമാണിത്. അപ്പോൾ ഈ അട്ടിമറിയൊക്കെ നടന്നപ്പം നെതന്യാഹുവിന് ഇതിലൊരു ചരിത്ര ദിനമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സിറിയയ്ക്ക് ഇസ്രായേലിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കൈത്താങ് ഉണ്ടാകും, ഒരു കൈ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ സിറിയയിൽ അവശേഷിക്കുന്ന ജനതയെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇപ്പം ഉണ്ടായ അറ്റാക്കിൽ ഈ ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന റോക്കറ്റ്, മിസൈലുകളൊക്കെ സംഭരിച്ച് വെക്കുന്ന മേഖലയുണ്ട്. വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ സൂക്ഷിച്ചിരുന്ന ആർമിയുടെ ബേസ് ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളെല്ലാം തന്നെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തു. മാത്രമല്ല, ഇവരുടെ നേവൽ ഷിപ്പുകൾ, ബോട്ടുകളൊക്കെ ഇവിടെ പോർട്ടിൽ വെച്ചിരുന്നു. ഇതിന് നേരെ ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പുകളൊക്കെ ബോംബിട്ട് തകർത്ത് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. അത്രയും ക്രൂരമായ ആക്രമണം നടത്തി. ഇതിനൊക്കെ ഒരു കാരണം എന്താണെന്ന് പറയുന്നത്, ബാഷർ അൽ അസാദ് അവിടെ തീവ്രമായ ക്രൂരമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഷിയ. അപ്പം ഈ ഷിയ വിഭാഗക്കാരനായതുകൊണ്ട് സുന്നിയെ അടിച്ചമർത്തി ജീവിച്ചാണല്ലോ. അപ്പോൾ ഇവരെ എന്തെങ്കിലും കാര്യത്തിൽ എതിർത്താൽ ഇവരെ പിടിച്ച ഉടനെ ജയിലിടും. അതിനെ ചുവപ്പ് ജയിലറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജയിലറയിൽ പിടിച്ചിടുന്ന ആളുകളെയൊക്കെ എപ്പോഴാണോ മോചിപ്പിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇതിൽ പല ആൾക്കാരും ഈ പിടിച്ചിട്ടതിന് ശേഷം
പുറത്തേക്ക് വന്നിട്ടില്ല, അതായത് സൂര്യപ്രകാശം കണ്ടിട്ടില്ല. അപ്പോൾ ഈ വിമതസേന ഇവിടെ പിടിച്ചെടുത്തതിന് ശേഷം ആദ്യം ചെയ്തത് ഈ ജയിലറകളെല്ലാം തുറന്നു വിട്ടു പലരും പുറത്തേക്ക് വന്നു. അതിനകത്ത് ഒരാൾ ഒരു പൈലറ്റായിരുന്നു, സിറിയൻ പൈലറ്റ്. അയാളടുത്ത് കാര്യം ചോദിച്ചപ്പോഴാണ് ഈ ബാഷറിൻ്റെ പിതാവുണ്ട് ഹാഫിസ് അൽ അസദ്. അപ്പോൾ അദ്ദേഹം ഈ സിറിയയിലെ ജനങ്ങൾ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് നേരെ ബോംബിടണമെന്ന് പറഞ്ഞു. ഈ പൈലറ്റ് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അയാളെ പിടിച്ച് ജയിലിട്ടു. 43 വർഷമായിട്ട് അയാൾ തടങ്കലില്ല. അല്ല, ഇതിൽ എല്ല് പൊടിക്കുന്ന യന്ത്രം വരെ ഉണ്ട് എന്നാണ് അതെ, അതാണ് ഇപ്പം പുറത്തേക്ക് പോയപ്പോൾ 43 വർഷം ഇയാളെ പുറത്തിറക്കി. അങ്ങനെ കുറേ പേര് പുറത്തിറക്കി കഴിഞ്ഞ് വീണ്ടും അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവരുടെ കയ്യിലുള്ള റൂട്ട് മാപ്പ്, ഈ ജയിലിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എല്ലാം എന്ന് പറയുക ഇലക്ട്രോണിക്സ് വാതിലൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ വെച്ച് തുറക്കാനുള്ള കോഡൊക്കെ അറിയാവുന്നവർ പേടിച്ച് രാജ്യം വിട്ടുപോയി. അപ്പോൾ ഇവർ പിന്നെ കിട്ടുന്ന സംവിധാനങ്ങൾ, കിട്ടിയ സോൾജേഴ്സിൽ വെച്ചുള്ള എക്സ്പീരിയൻസ്, അവരുടെ സൂചനകളൊക്കെ വെച്ചിട്ട് ചില ജയിൽ തുറന്നു നോക്കിയപ്പം ആളുകളെയൊക്കെ പൊടിച്ച് കളയാൻ പറ്റുന്ന യന്ത്രങ്ങൾ വരുന്നു. ആലോചിച്ച് ജീവനോടെ ഒരു മനുഷ്യനെ യന്ത്രത്തിലിട്ടിട്ട് അത് എല്ല് പൊടിയുന്ന പോലെ പൊടിച്ച് കളയുക, എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഈ വാതിൽ, തടങ്കറയിലെ ഈ തടവുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ജയിലറയുടെ വാതിലിൻ്റെ ഇടയ്ക്ക്, ഈ ഇരുമ്പ് വാതിലിൻ്റെയൊക്കെ ഇടയ്ക്ക് വെച്ച് തലഞ്ഞെരുക്കി കളയുക. അത് ക്രൂരമായി എന്തൊക്കെ ചെയ്യുക, ജനനേന്ദ്രിയത്തിൽ ഷോക്ക് അടിപ്പിക്കുക, അതുപോലെ തന്നെ കീടനാശിനിക്കകത്ത് തീ കൊളുത്തിയിട്ട് അത് ഇവരുടെ നേരെ ഉപയോഗിക്കുക, എന്നിട്ട് കൊന്നു കളയുക, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ക്രൂരമായ, ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത തീവ്ര ക്രൂരമായ നിലപാടുകൾ സിറിയ സ്വീകരിച്ചു. അല്ല സിനുജി, അതിലെ ഈ ഒരു ഇസ്ലാം, അതായത് ഈ ഇസ്ലാമിക തീവ്രവാദം പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതെ, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളായി എന്ന് ഇവർ വിശ്വസിക്കുന്ന ഇസ്ലാമിനെ തന്നെയാണ് മറ്റൊരു ഇസ്ലാം വിഭാഗം ഇങ്ങനെ ക്രൂരമായി എല്ല് പൊടിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നു കളയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പൊട്ടത്തരം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ശരിക്കും ഒന്ന് ആലോചിക്കുക. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത് അറിയാം. ഇപ്പം ഈ സിറിയയിലെ പ്രശ്നം എന്ന് പറയുക 10% ആളുകൾ ക്രിസ്ത്യാനികളും 13% ആളുകൾ ഷിയ വിഭാഗക്കാരാണ്. ഷിയ വിഭാഗത്തിലെ അലവൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരാളാണ് ഈ പറയുന്ന ബാഷർ അൽ അസാദ്. അപ്പോൾ ബാക്കിയുള്ള ഏതാണ്ട് 80% ആൾക്കാർ എന്ന് പറയുന്നത് സുന്നിയ. അവരെ അടിച്ചമർത്തി പേടിപ്പിച്ച് കഴിയുന്നു. അപ്പോൾ ലോകമാകെയുള്ള സുന്നി ഷിയ ഏറ്റുമുട്ടലിന്റെ മറ്റൊരു ചിത്രം, അങ്ങനെയല്ലേ പറയണ്ടത്? എല്ലായിടത്തും സുന്നിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഷിയയ്ക്ക് എവിടേക്ക് ആധിപത്യം ഉണ്ടോ അവർ വളരെ ക്രൂരമായ അത് കാണിക്കുന്നത് എന്തുകൊണ്ട്? ഇറാന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനാണ് ഇവർക്ക് പണവും ആയുധവും എല്ലാം നൽകിയത്. ഇറാൻ ഷിയ രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം പറയുന്നു ബാഷറെ നീ ഷിയക്കാരനല്ലേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പണം കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർ നേരെ ഇറാൻ എടുത്ത് പറയും, ഇറാൻ ഇവിടെ വന്ന് വെച്ച് അറ്റാക്ക് ചെയ്യും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അറ്റാക്ക് എന്നതിനപ്പുറത്തേക്ക് ഷിയ സുന്നി തീവ്രവാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അങ്ങനെ പറയാം. അതോടുകൂടി ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഈ പറയുന്ന സിറിയയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. കാരണം എന്താ, അറബ് രാജ്യങ്ങൾ കൂടുതലും സുന്നിയാണ്. ഈ സുന്നി രാജ്യങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഈ സിറിയയുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പം ഈ ഇസ്രയേൽ ഇപ്പോൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഇസ്രയേൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതായത് ഞങ്ങളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാരകായുധങ്ങൾ അവശേഷിക്കുന്നത്, വലിയ ആയുധ ശേഖരമൊക്കെ സിറിയയിലുണ്ട്. അത് എങ്ങനെയെങ്കിലും, കാരണം റഷ്യയുടെ ഒരു ആയുധ ശേഖരം കൂടിയായിരുന്നു അവിടെ. അപ്പോൾ റഷ്യയുടെ ആയുധപ്പുരകളിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ, രാസായുധങ്ങൾ, ഇതൊക്കെ ഈ പിന്നെ ഇപ്പം അവിടെ പിടിച്ചെടുത്ത വിമതരുടെ കൈ കിട്ടിയാൽ നാളെ വിമതരുടെ നിലപാട് എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ സുന്നി ഭൂരിപക്ഷമായി കഴിയുമ്പോൾ നിലപാട് മാറും. ഇപ്പം പറയുന്നത് ഞങ്ങൾ ഷിയയും സുന്നിയും ക്രിസ്ത്യാനികളെ എല്ലാം സംരക്ഷിക്കും, ഞങ്ങൾക്കെല്ലാം ഒരുപോലെയാണെന്ന് പറയും. പക്ഷേ നാളെ ഇയാൾ മാറിയിട്ട് ഇപ്പം അധികാരം ഏറ്റെടുത്ത അബു മുഹമ്മദ് അൽ ജൊലാനി, ഇയാളുടെ നിലപാട് എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു മുൻകരുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഇനി നാളെ ഈ ലെബനോ സിറിയയോ ഒന്നും ഞങ്ങൾക്ക് അറ്റാക്ക് നടത്തരുത്, ഞങ്ങളെ പേടിക്കണം, ഈ രീതിയിലുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ നൽകുന്നതെന്ന് പറഞ്ഞു. ഇതിന് കാരണം എന്താ പറഞ്ഞാൽ, ഒരു തവണ ഒരു രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ആക്രമണം. വെറുതെ ഒന്നുമില്ല. അതായത് ഒരു 13 വർഷം, അടുത്ത 13 വർഷക്കാലത്തേക്ക് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആക്രമിക്കാൻ വരരുത്, ആ രീതിയിലുള്ള തിരിച്ചടി നൽകും. അപ്പം മൊസാദിന്റെ തലവനായിട്ടുള്ള ആ രാജ്യത്തെ ഭരണാധികാരി ഇപ്പം നെതന്യാഹുവിന്റെ ഔദ്യോഗികമായ നിലപാട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 13 വർഷത്തേക്ക് ഇവർ തലപൊക്കരുത്. അപ്പോൾ ആ ഭരണാധികാരികളുടെയൊക്കെ ഒരു ആർജം, അവരുടെ ഒരു മുൻകൂട്ടിയുള്ള ഒരു വീക്ഷണം, ദീർഘവീക്ഷണം വളരെ വലുതല്ലേ. കാരണം ഒരു കാരണവശാലും ഇവർ തീവ്രവാദമായിട്ട് തലപൊക്കി ഇങ്ങോട്ട് വരുന്നത്, വന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ തലയ്ക്ക് ഞങ്ങൾ അടിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ലോക രാജ്യങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നേക്കുന്നത്, ഈ ബാഷർ അൽ അസാദ് റഷ്യയിലേക്കാണല്ലോ രക്ഷോട്ടെ, റഷ്യയിൽ നിന്ന് ഇയാളെ പുറത്തു കൊണ്ടുവരണം, എന്നിട്ട് ഇയാളെ വിചാരണ ചെയ്യണം. അപ്പോൾ UN അതിനകത്ത് ഇടപെടണം. അന്താരാഷ്ട്ര വിചാരണ കോടതിക്ക് മുന്നിൽ രാസായുധം ഉപയോഗിച്ച് സ്വന്തം ജനതയെ കൊന്നു. 1400 പേരെ ഇയാൾ രാസായുധം ആക്രമിച്ച് കൊന്നത്. അപ്പോൾ അങ്ങനെ കൊന്ന ഒരാൾ, ജയിലറകളിൽ ക്രൂരമായ പീഡനത്തിന് ആളുകളെ ഉപദ്രവിച്ച ആൾ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഉടനെ ആഭ്യന്തര കലാപം നടത്തിയെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ, കുട്ടികളെ, പുരുഷന്മാരെ എല്ലാവരെയും പിടിച്ചകത്തിടും. ഇവർക്കെതിരെ ആര് ശബ്ദം ഉയർത്തുന്നോ അവരെ പിടിച്ച്
ജയിലിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ച സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്ന ഈ ബാഷർ അൽ അസദിനെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ പട്ടാള മേധാവിമാരുണ്ട്, ഒപ്പം ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാം ഓടി രക്ഷപ്പെട്ടത് ലെബനനിലേക്കാണ്. അപ്പോൾ ബാഷർ മാത്രമാണ് റഷ്യയിലുള്ളത്, മറ്റേവരെല്ലാം ലെബനിലുണ്ട്. ഇവരെല്ലാം കൂടെ തിരിച്ചു പിടിക്കണം. അപ്പോൾ ഈ വിമത ഭരണകൂടം HTS പറഞ്ഞേക്കുന്നത് ഇവർ ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ പോയി ഇവരെ തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് ഇവർക്ക് കൃത്യമായ ശിക്ഷ നൽകും എന്ന് പറഞ്ഞാൽ പരസ്യമായ തൂക്കിക്കൊലയായിരിക്കും ചെയ്യുന്നത്. കാരണം വിമതരല്ലേ, ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇസ്രായേൽ ഈ നിലപാട് സ്വീകരിക്കുന്നതിനെ ലോകം ഇപ്പം കുറ്റം പറയുന്നില്ല, ആരുടെയും സപ്പോർട്ടില്ല. മാത്രമല്ല റഷ്യ വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തീർന്നാൽ ഈ ബാഷർ അൽ അസാദിനെ കോടതിക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ചെയ്തുകൂടാനില്ലല്ലോ, കാരണം റഷ്യക്ക് ഇവരെ താല്പര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ പോർട്ടിൽ ആക്രമണം നടത്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ റഷ്യയുടെ പടക്കപ്പലുകളുണ്ടായിരുന്നു. അവർ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പൊ റഷ്യൻ കപ്പലുകളൊക്കെ സേഫായി, ബാക്കിയുള്ള സിറിയൻ കപ്പലുകൾക്കാണ് ഈ ആക്രമണം നടന്നത്. അപ്പൊ ഇസ്രായേൽ പറയുന്നു ഇനി ഒരു കാരണവശാലും ഇവർ തല പൊക്കരുത്, ഗോലാൻ കുന്ന് മുഴുവൻ ഞങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവര് ഞങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു, ആ ഒത്തുതീർപ്പ് നടത്തിയത് സിറിയയാണ്. സിറിയയിലെ ഭരണകൂടം വീണ് കഴിഞ്ഞാൽ പിന്നെ ഒത്തുതീർപ്പിന് വിലയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കീഴ്പ്പെടുത്തി. മാത്രമല്ല ഇനി അവർ തലപൊക്കാതിരിക്കാൻ 300ഓളം വ്യോമ ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തി. അത് വളരെ പരിമിതമാണ്, നിയന്ത്രണമാണ്. അപ്പൊ ഈ സിറിയയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനം മനസ്സിലാകുന്നത്. തീർച്ചയായും സിറിയയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും എന്താണെന്ന് കാത്തിരുന്ന് കാണാം. അതെ.